ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം. അനന്തരം യെരുബ്ബാലിന്റെ മകനായ അബീമേലെക്ക് ശെഖേമിൽ തൻ്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് തൻ്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വ കുടുംബത്തോടും സംസാരിച്ചു. യെരുബ്ബാലിൻ്റെ 70 പുത്രന്മാരോടുകൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏതു നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന് ശെഖേമിലെ സകല പൗരന്മാരോടും പറവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ അമ്മയുടെ സഹോദരന്മാർ ശെഖേമിലെ സകല പൗരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവനു വേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബീമേലെക്കിങ്കൽ ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനല്ലോ എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ ബാൽ-ബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിക്കാശ് എടുത്ത് അവന് കൊടുത്തു. അതിനെക്കൊണ്ട് അബീമേലെക്ക് തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു. അവൻ ഒഫ്രയിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്ന് യെരുബ്ബാലിൻ്റെ പുത്രന്മാരായി തൻ്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു. എന്നാൽ യെരുബ്ബാലിൻ്റെ ഇളയ മകനായ യോഥാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു. അതിനുശേഷം ശെഖേമിലെ സകല പൗരന്മാരും മില്ലേ ഗൃഹമൊക്കെയും ഒരുമിച്ച് കൂടിച്ചെന്ന് ശെഖേമിലെ ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലത്തിങ്കൽ വെച്ച് അബീമേലെക്കിനെ രാജാവാക്കി. ഇതിനെക്കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗെരിസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞതെന്തെന്നാൽ, ശേഖോം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സങ്കടം കേൾപ്പീൻ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യവും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം, എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപ്പടർപ്പിനോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട്, നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നു എങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പീൻ. അല്ലെങ്കിൽ മുൾപ്പടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലെബനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ അബീമേലെക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത്? നിങ്ങൾ യെരുബ്ബാലിനോടും അവൻ്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത്? അവൻ്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത്? എൻ്റെ അപ്പൻ തൻ്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മിദ്യാൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ, നിങ്ങൾ ഇന്ന് എൻ്റെ അപ്പൻ്റെ ഗൃഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവൻ്റെ പുത്രന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവൻ്റെ ദാസിയുടെ മകനായ അബീമേലെക്ക് നിങ്ങളുടെ സഹോദരനായിരിക്കൊണ്ട് അവനെ ശെഖേം പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇന്ന് യെരുബ്ബാലിനോടും അവൻ്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്ന് വരികയിൽ നിങ്ങൾ അബീമേലെക്കിൽ സന്തോഷിപ്പീൻ. അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലെങ്കിൽ അബീമേലെക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശെഖേം പൗരന്മാരുടെയും മില്ലോ ഗൃഹത്തെയും ദഹിപ്പിക്കട്ടെ. ശെഖേം പൗരന്മാരിൽ നിന്നും മില്ലോ ഗൃഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് അബീമേലെക്കിനെയും ദഹിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്നു. തൻ്റെ സഹോദരനായ അബീമേലെക്കിനെ പേടിച്ച് അവിടെ പാർത്തു. അബീമേലെക്ക് ഇസ്രായേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബീമേലെക്കിനും ശെഖേം പൗരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി. ശെഖേം പൗരന്മാർ അബീമേലെക്കിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ യെരുബ്ബാലിൻ്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും
അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബീമേലെക്കും അവൻ്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖേം പൗരന്മാരും ചുമക്കുകയും ചെയ്തു. ശേഖേം പൗരന്മാർ മലമുകളിൽ അവന് വിരോധമായി പതിയിരിപ്പുകാരെ ആക്കി. ഇവർ തങ്ങളുടെ സമീപത്തുകൂടി വഴി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. അതിനെക്കുറിച്ച് അബീമേലെക്കിന് അറിവ് കിട്ടി. അപ്പോൾ ഏബേദിൻ്റെ മകനായ ഗാലും അവൻ്റെ സഹോദരന്മാരും വന്ന് ശേഖേമിൽ കടന്നു. ശേഖേം പൗരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിക്കുകയും അബീമേലെക്കിനെ ശപിക്കുകയും ചെയ്തു. ഏബേദിൻ്റെ മകനായ ഗാൽ പറഞ്ഞത്, അബീമേലെക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആർ? ശേഖേമാർ. അവർ യെരുബാലിൻ്റെ മകനും സെബൂൽ അവൻ്റെ കാര്യസ്ഥനുമല്ലയോ? അവൻ ശെഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നാം അവനെ സേവിക്കുന്നത് എന്തിന്? ഈ ജനം എൻ്റെ കൈക്കീഴായിരുന്നെങ്കിൽ ഞാൻ അബീമേലെക്കിനെ നീക്കി കളയും. അബീമേലെക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഏബേദിൻ്റെ മകനായ ഗാലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിൻ്റെ കോപം ജ്വലിച്ചു. അവൻ രഹസ്യമായി അബീമേലെക്കിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇതാ, ഏബേദിൻ്റെ മകനായ ഗാലും അവൻ്റെ സഹോദരന്മാരും ശേഖേമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു. ആകയാൽ നീയും നിന്നോടുകൂടിയുള്ള പടജ്ജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുവീൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കുക. എന്നാൽ അവനും കൂടെയുള്ള പടജ്ജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറയിച്ചു. അങ്ങനെ അബീമേലെക്കും കൂടെയുള്ള പടജ്ജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശേഖേമിനരികെ 4 കൂട്ടമായി പതിയിരിക്കുന്നു. ഏബേദിൻ്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിൻ്റെ ഗോപുരത്തിങ്കൽ നിന്നപ്പോൾ അബീമേലെക്കും കൂടെയുള്ള പടജ്ജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ പടജ്ജനത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജ്ജനം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു. സെബൂൽ അവനോട്, പർവ്വതങ്ങളുടെ നിഴലിൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയായിരുന്നു എന്ന് പറഞ്ഞു. ഗാൽ പിന്നെയും, അതാ പടജ്ജനം ദേശമധ്യേ ഇറങ്ങി വരുന്നു, മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവേലകത്തിൻ്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു. സെബൂൽ അവനോട്, നാം അബീമേലെക്കിനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞ നിന്റെ വായ് ഇപ്പോൾ എവിടെ? ഇത് നീ പുച്ഛിക്കുന്ന പടജ്ജനം അല്ലയോ? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പെരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാൽ ശേഖേം പൗരരുമായി പുറപ്പെട്ട് അബീമേലെക്കിനോട് പടവെട്ടി. അബീമേലെക്കിൻ്റെ മുമ്പിൽ അവൻ തോറ്റോടി. അവൻ അവനെ പിന്തുടർന്ന് പടിവാതിൽക്കൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു. അബീമേലെക്ക് അരുമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പിറ്റേന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബീമേലെക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അവൻ പടജ്ജനത്തെ കൂട്ടി 3 കൂട്ടമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു. ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു. പിന്നെ അബീമേലെക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു ചെന്ന് പട്ടണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നു. മറ്റേ കൂട്ടം 2 വയലിലുള്ള സകല ജനത്തിൻ്റെയും നേരെ പാഞ്ഞു ചെന്നു അവരെ സംഹരിച്ചു. അബീമേലെക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുതി പട്ടണം പിടിച്ചു. അതിലെ ജനത്തെ കൊന്നു, പട്ടണത്തെ ഇടിച്ചു കളഞ്ഞു, അതിൽ ഉപ്പ് വിതറി. ശേഖേം ഗോപുരവാസികൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ എൽബെരീത്തിൻ്റെ ക്ഷേത്രമണ്ഡപത്തിൽ കടന്നു. ശേഖേം ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ചുകൂടിയിരുന്നു എന്ന് അബീമേലെക്കിന് അറിവ് കിട്ടി. അബീമേലെക്കും കൂടെയുള്ള പടജ്ജനമൊക്കെയും സൽമോൻ മലയിൽ കയറി. അബീമേലെക്ക് കോടാലിയെടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു. തൻ്റെ പടജ്ജനത്തോട്, ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പടജ്ജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അബീമേലെക്കിൻ്റെ പിന്നാലെ ചെന്നു. മണ്ഡപത്തിനരികെ ഇട്ട് തീ കൊടുത്തു. മണ്ഡപത്തോടുകൂടെ അവരെ ചുട്ടുകളഞ്ഞു. അങ്ങനെ ശേഖേം ഗോപുര നിവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 1000 പേർ മരിച്ചുപോയി.
അനന്തരം അബീമേലെക്ക് തെബേസിലേക്ക് ചെന്ന് തെബേസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരം ഉണ്ടായിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിൽ അടച്ചു. ഗോപുരത്തിൻ്റെ മുകളിൽ കയറി അബീമേലെക്ക് ഗോപുരത്തിനരികെ എത്തി അതിനെ ആക്രമിച്ചു. അതിന് തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനടുത്തു ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിൻ്റെ പിള്ള അബീമേലെക്കിൻ്റെ തലയിലിട്ടു അവൻ്റെ തലയോട് തകർത്ത് കളഞ്ഞു. ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു. അവന് ബാല്യക്കാരൻ അവനെ കുത്തി. അങ്ങനെ അവൻ മരിച്ചു. അബീമേലെക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രായേലിൽ താന്താൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അബീമേലെക്ക് തൻ്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തൻ്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ശേഖേം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി. അങ്ങനെ യെരുബ്ബാലിൻ്റെ മകനായ യോഥാമിൻ്റെ ശാപം അവരുടെ മേൽ വന്നു. ഇങ്ങനെ ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അവസാനിക്കുന്നു.